ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. നമ്മൾ റീക്യാപ്പ് വൈവോസിൻ്റെ റീക്യാപ്പാണ്. ഞാൻ ലോങ് വീഡിയോ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രൊജക്റ്റ് ഒന്ന് എടുത്ത് ഒരുമിച്ച് നോക്കും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതവിടെ കട്ട് ചെയ്ത് ആ വീഡിയോ. ശരിക്കും ഇത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. നിങ്ങളത് ഒരുമിച്ച് നോക്കി പോകണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. അപ്പോൾ മറക്കാതെ കാണണം, വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും വേണം. പിന്നെ പറ്റുമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തരണം. ഓക്കെ, ദെൻ വിൽ കം ടു ദി പോയിന്റ്. ആൻഡ് നൗ ടുഡേ വി വിൽ ഡിസ്കസ്. നമ്മൾ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ അനാലിസിസും ഇൻറ്റർപ്രിട്ടേഷനെയും കുറിച്ചിട്ടാണ്. നമ്മൾ അവിടെ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് നമുക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിട്ടേഷനിൽ നമുക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചു, നമ്മൾ ഗ്രാഫൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, ഇഷ്ടം പോലെ ഗ്രാഫുകളുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പിന്നിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആണ് എന്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഗ്രാഫ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഓരോ ഗ്രാഫും നിങ്ങളൊന്ന് വൃത്തിയായിട്ടൊന്ന് നോക്കി നോക്കൂ. ഓരോ ഗ്രാഫിൻ്റെ മുകളിൽ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, ടേബിൾ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതി. അപ്പം ഞാൻ ഈ കുട്ടിയുടെ പ്രൊജക്റ്റ് എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കുട്ടിയിൽ ടേബിൾ ഷോയിങ് കോസസ് ഓഫ് വർക്ക് സ്ട്രെസ്. എന്നിട്ട് അതിൽ ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് ടു മച്ച് വർക്ക് ടു ഡു. അതാണ് കുറേ വർക്ക് ഓവർലോഡ് ഉണ്ട് എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പം അതിൽ സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസെഗ്രി, ഹൈലി ഡിസെഗ്രി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ഇതിനെ ലിക്കേർഡ് സ്കെയിലിംഗ്. അപ്പോൾ അവർ ചോദിക്കും, ഡാറ്റ എക്സ്റ്റേണൽ എക്സാമിനർ ചോദിക്കും നിങ്ങളോട് എങ്ങനെയാണ് ഡാറ്റ അനാലിസിസ് നടത്തിയത്. അപ്പം നിങ്ങൾ പറയാം ചിലർ പെർസെൻറ്റേജ് അനാലിസിസ് മാത്രമേ നടത്തിയിട്ടുണ്ടാവുള്ളൂ. പ്രൊജക്റ്റ് എടുത്ത് നോക്കൂ, നിങ്ങൾ തന്നെ ചെയ്തതല്ലേ. ചിലർ മീൻ അനാലിസിസും നടത്തിയിട്ടുണ്ടാവും. പെർസെൻറ്റേജ് അനാലിസിസും മീൻ അനാലിസിസും നടത്തിയിട്ടുണ്ടാവും. പെർസെൻറ്റേജ് അനാലിസിസ് ആണ് നടത്തിയെന്നുണ്ടെങ്കിൽ ഈ സ്ട്രോങ്ലി എഗ്രിയിൽ 30 ആളുണ്ട് എന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ടോട്ടൽ 100 ആണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 30% ആവും. 70 ചെയ്തിട്ടുള്ളത്, അതിൽ 30 പേരാണ് സ്ട്രോങ്ലി എഗ്രി ഉണ്ടെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് കിട്ടും. ടോട്ടൽ 100% എത്ര ആൾക്കാർ ഈ സെൻറ്റൻസിനോട് സ്ട്രോങ്ലി എഗ്രി ചെയ്തു. ഓക്കെ, അപ്പോൾ അതവിടെ ഫൈൻഡിങ്സ് പഠിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ. ടൈറ്റിൽ പഠിച്ച് ഒബ്ജക്റ്റീവ് പഠിച്ചാൽ ഉടനെ പഠിക്കേണ്ടത് ഫൈൻഡിങ്സ് ആണ്. ആ ഫൈൻഡിങ്സിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദി റെസ്പോണ്ടൻസ് എഗ്രി ദാറ്റ് ദേ ആർ ഡൂയിങ് മോർ വർക്ക്. ഈ കുട്ടി അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണോ കൂടുതലായിട്ടുള്ള പെർസെൻറ്റേജ് കാണിച്ചിട്ടുള്ളത് അത് ഫൈൻഡിങ്സിൽ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ പറഞ്ഞ് ഫൈൻഡിങ്സ് പറയാൻ പറ്റിയാൽ ഡാറ്റ അനാലിസിസ് പഠിച്ചു എന്നർത്ഥം. ഓക്കെ, പഠിക്കുമ്പോഴുള്ള ഓർഡറാണ് ഞാൻ പറഞ്ഞത്. ടൈറ്റില്, ഒബ്ജക്റ്റീവ്, ഫൈൻഡിങ്, ഇത് വിട്ടു പോവരുത്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ ചോദ്യങ്ങളും ഈ ഫൈൻഡിങ്സ് എത്തിയ ഓരോ ചോദ്യങ്ങളും സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് പറയാനുള്ളത്. ഇനി ചില ഇതിലെത്ര ശതമാനം പേര് എഗ്രി ഉണ്ട്, ഇതിലെത്ര ശതമാനം പേര് ന്യൂട്രൽ ഉണ്ട്. നമ്മളൊരു 10-20. അപ്പം നിങ്ങൾ മടിക്കണ്ട, നിങ്ങൾക്ക് പറയാം. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് പറയാനൊന്നും പറ്റിയില്ല എന്ന് വരും. അപ്പോൾ എപ്പോഴും ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം 20 ഗ്രാഫ് ഉണ്ട്, അതിലേതോ ഒരു ഗ്രാഫിൻ്റെ ന്യൂട്രൽ എത്രയാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും അവർക്കൊരു ഇഷ്യൂസ് എന്ന് വെച്ചിട്ട് കാണാപ്പാടം എപ്പോഴും അതിൽ നോക്കണം എന്നല്ല പറയുന്നത്. റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, ഡാറ്റ അനാലിസിസിൻ്റെ പാർട്ട് എത്തുമ്പോൾ ചെറിയൊരു റെഫറൻസസിനൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള റഫ് കോപ്പി അവരോട് ചോദിക്കുക. ലെറ്റ് മീ ലുക്ക് മാഡം, ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് തോയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എപ്പോഴും ഫുള്ള് നോക്കി പറയരുത് കേട്ടോ. കാരണം നമ്മൾ ചെയ്ത വർക്കാണ്. അപ്പോൾ ഇന്ന് പഠിക്കൂ. ഒന്നുമല്ല, നിങ്ങൾ ഇതിനേക്കാട്ടിലും ഗംഭീര സബ്ജക്ട്സുകളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. ഓക്കെ, നിങ്ങളെല്ലാത്തിലും എക്സലൻ്റ് ആയിട്ട് നന്നായിട്ട് ലാസ്റ്റ് മിനിറ്റിൽ, ഇപ്പോൾ എനിക്കൊക്കെ അറിയാം എൻ്റെ കോളേജിലൊക്കെ ഇഷ്ടം പോലെ കുട്ടികൾ ലാസ്റ്റ് മിനിറ്റിൽ പോലും, കാരണം വർക്കിനൊക്കെ പോകുന്നവരായിരിക്കാം, എന്നിട്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് മന്തിലൊക്കെയാണ് അവർ പഠിക്കുന്നത്. എന്നിട്ട് അവർ നന്നായി എക്സൽ ചെയ്യുന്നുണ്ട്. നല്ല ബുദ്ധിയുള്ള കുട്ടികളാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അതേപോലെ വായിക്കൂ. ഇന്നൊരു ദിവസം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യൂ, സ്പെൻഡ് ചെയ്യൂ. നമ്മുടെ എക്സ്റ്റേണൽ എക്സാമിനർക്ക് ഒരിക്കലും തോന്നരുത് നമ്മൾ ചെയ്ത വർക്ക് തെറ്റാണ് എന്ന് തോന്നരുത്. അത് നമ്മൾ സംസാരിക്കാത്തത് കൊണ്ട് തോന്നരുത്. ഓക്കെ, വർക്ക് മോശമായി ചെയ്താൽ പിന്നെ നമുക്ക് അതിൽ ഇതൊന്നുമില്ല. ഇനി നമുക്ക് പറയാൻ പറ്റണം.
ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നന്നായി പറ്റണം. അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട. ഇനി ചിലൊരു മീൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് മീൻ കാൽക്കുലേറ്റ് ചെയ്തത് എന്നവർ ചോദിക്കും. മീൻ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ആണ് അർത്ഥം. മീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ആവറേജ് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആവറേജ് കണ്ടത്? ലിക്കേർട്ട് സ്കെയിലിങ്ങിൽ നമ്മൾ റാങ്ക് ചെയ്തു. എന്താ ലിക്കേർട്ട് സ്കെയിലിംഗ്? നമ്മുടെ റെസ്പോൺസസിനെ 5 സ്കെയിൽ, 5 സ്കെയിലാണ് മിക്കവരും ചെയ്യുക. സ്ട്രോങ്ലി എഗ്രി, എഗ്രി, ന്യൂട്രൽ, ഡിസെഗ്രി, സ്ട്രോങ്ലി ഡിസെഗ്രി. ഇനി ചിലൊരു 3 സ്കെയിൽ ഉണ്ട്. എഗ്രി, ന്യൂട്രൽ, ഡിസെഗ്രി, അല്ല 5 സ്കെയിൽ എന്ന് പറയാം. അപ്പം നിങ്ങൾ പോയി നോക്കൂ, പ്രൊജക്റ്റിൽ നോക്കൂ 5 സ്കെയിലാണോ എന്നുള്ളത്. മിക്കവരുടെയും 5 സ്കെയിലാവും. UG പ്രൊജക്ട്സ് ഒക്കെ ഞങ്ങൾ 5 സ്കെയിലാണ് പൊതുവേ ചെയ്യിപ്പിക്കാറ്. അപ്പോൾ സ്ട്രോങ്ലി എഗ്രി, എഗ്രി, ന്യൂട്രൽ, ഡിസെഗ്രി, ഹൈലി. ഇനി നമ്മൾ റാങ്കിങ് നടത്തുക ചെയ്യുക. ഈ ലിക്കേർട്ട് സ്കെയിലിങ്ങിന് റാങ്കിങ്, ഇതിൽ സ്ട്രോങ്ലി എഗ്രി എന്ന് പറഞ്ഞതിന് 5 പോയിൻ്റാണ്. 5 സ്കെയിലല്ലേ? എഗ്രിക്ക് 4 പോയിൻറ്റ്, ന്യൂട്രലിന് 3 പോയിൻറ്റ്, ഡിസെഗ്രിക്ക് 2 പോയിൻറ്റ്, ഹൈലി ഡിസെഗ്രി 1. ഓക്കെ, അപ്പോൾ 5 സ്കെയിലിൻ്റെ റാങ്കിങ് എങ്ങനെയാണ്? 5, 4, 3, 2, 1. സ്ട്രോങ്ലി എഗ്രി, എഗ്രി, ന്യൂട്രൽ, ഡിസെഗ്രി, ഹൈലി ഡിസെഗ്രി. അപ്പോൾ ഞങ്ങൾ റാങ്കിങ് മെത്തേഡ് ലിക്കേർട്ട് സ്കെയിലിങ്ങിൽ റെസ്പോൺസ് വാങ്ങിച്ചു, അതിനെ റാങ്ക് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും, ഇപ്പോൾ ഇത് 5 ആണ്. ഇപ്പോൾ സ്ട്രോങ്ലി എഗ്രി ആണ് ഇത് 5 ആണെങ്കിൽ ഈ 5നെ ഈ റെസ്പോൺസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇത് 4 ആണെങ്കിൽ ഈ 4നെ ഈ റെസ്പോൺസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 5, 5, 4, 3, 2, 1 ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റെസ്പോൺസ് ഇങ്ങനെ സൈഡിലുണ്ട്. അപ്പോൾ ഓരോ റാങ്കിനെയും അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോട്ടൽ നമ്പർ കിട്ടും. ആ ടോട്ടൽ നമ്പറിനെ നമ്മൾ ഈ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം നമ്മൾ 50 സാമ്പിളാണ് എടുത്തതെന്ന് വെച്ചാൽ ഈ 50 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ മൊത്തം എത്രയാണ് റാങ്ക് ചെയ്യുക? എങ്ങനെയാണ്? 5, 4, 3, 2, 1. റെസ്പോണ്ടൻസ് ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഈ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യും, ടോട്ടൽ കിട്ടും. ആ ടോട്ടൽ കിട്ടിയതിനെ നമ്മുടെ സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം 1ൻ്റെയും 5ൻ്റെയും ഇടയിൽ കിടക്കും. നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രൊജക്റ്റ് ഒന്ന് എടുത്തു നോക്കൂ. ആരുടെയെങ്കിലും മീൻ 1ൽ താഴെയോ 5ൽ മുകളിലോ പോയിട്ടുണ്ടെങ്കിൽ മീൻ കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ട്. അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ മറക്കാതെ അത് അവിടെ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. അവർ അത് നോക്കി കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മോശമാണ്. അപ്പോൾ ഉണ്ടാവില്ല, ഗൈഡൊക്കെ നോക്കിയതല്ലേ നിങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഒന്നെങ്കിൽ 1 കിട്ടും, 1ൻ്റെയും 5ൻ്റെയും ഇടയിലായിരിക്കും. പോയിന്റുകളൊക്കെ ഉണ്ടാവും, 1.3, 4.6 എന്നുള്ളതാണ്. ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാന്ന് വെച്ചാൽ 4ൻ്റെയും 5ൻ്റെയും ഇടയിൽ വന്നാൽ വളരെ നന്നായി. കാരണം ഇറ്റ് ഈസ് സ്ട്രോങ്ലി എഗ്രി എന്നർത്ഥം. 3ഉം 4ഉം വന്നാൽ എഗ്രി, 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ വന്നാൽ ഡിസെഗ്രി, 1ഉം 2ഉം വന്നാൽ ഹൈലി ഡിസെഗ്രി. ആ ന്യൂട്രലിൻ്റെ ഇഫക്റ്റ് എടുത്ത് കളയും മീനിൽ ന്യൂട്രൽ എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി ഇൻ്റർപ്രറ്റ് ചെയ്യില്ല. ഫൈൻഡിങ്സ് വായിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആസ് മൈ മീൻ സ്കോർ ഈസ് 3.8 ദെർഫോർ ദ റെസ്പോണ്ടൻസ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഫൈൻഡിങ്സ് ഞാൻ പഠിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഫൈൻഡിങ്സ് ഉറപ്പിച്ചാൽ ഏത് ക്ലിയറായി? ഡാറ്റ അനാലിസിസ് ക്ലിയറായി. ഓക്കെ, സോ മീൻ കണ്ടത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. 5, 4, 3, 2, 1 റെസ്പോൺസസ് റെസ്പെക്റ്റീവ് റെസ്പോണ്ടൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ടോട്ടലിനെ സാമ്പിൾ സൈസ് കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മീൻ കിട്ടും. അപ്പോൾ മീൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമൻറ്റ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ചില കുട്ടികൾ കോറിലേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും, 2 വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒക്കെ നല്ല നല്ല പ്രൊജക്ട്സിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. നല്ല മാർക്ക് ഡാറ്റ അനാലിസിസിൻ്റെ പാർട്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചു, ഓൾറെഡി ഫൈൻഡിങ്സ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളോട് എന്താണ് സജഷൻ? നിങ്ങളൊരു വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്തു വെച്ചു അല്ലേ, എന്നിട്ട് നിങ്ങളോട് എന്താ സജഷൻ? ChatGPTന്ന് സജഷൻ എടുത്ത് വെക്കലല്ല നമ്മുടെ പണി. നമ്മൾ ആ സജഷൻ നമ്മളുടെ ഈ പ്രൊജക്റ്റ്, അപ്പോൾ നിങ്ങൾ അവിടെ പ്രൊജക്റ്റിൻ്റെ ബുക്കിൽ ലാസ്റ്റിൽ സജഷൻ എഴുതിയിട്ടുണ്ടാവും, 2 3 വരി എഴുതിയിട്ടല്ലേ, ഒരു വലിയ സജഷനൊക്കെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ChatGPT ഒക്കെ എടുത്തിട്ട് നമ്മൾ വലിയൊരു ഇൻട്രോ ഒക്കെ എടുത്ത് അതൊന്നും അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
എക്സ്റ്റേണൽ എക്സാമിനറുടെ അടുത്ത് അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് കൃത്യമായ ഇപ്പം തന്നെ വായിക്കുക, അതിൽ നിങ്ങൾക്ക് പ്രായോഗികമാകുന്ന സജഷൻ മാത്രം നമ്മൾ എന്തെടുത്ത് ഉപയോഗിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നല്ലോണം സജഷൻ നിങ്ങൾക്ക് എന്താണ് ഈ സ്റ്റഡി നടത്തിയപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ കുട്ടി എന്താ പഠിച്ചത്, യൂത്തിൻ്റെ സ്ട്രെസ് അല്ലേ, അപ്പോൾ എന്ത് സജഷനാണ് കൊടുക്കാനുള്ളത്, ഈ കുട്ടിക്ക് കൊടുക്കാനുള്ളത് എന്ന് നമ്മൾ നോക്കുക. ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത് ഓർഗനൈസേഷനിൽ വർക്ക്ഷോപ്പുകൾ കൊടുക്കണം, അവർക്ക് ഗെയിമുകളൊക്കെ ഇടയ്ക്ക് മാനേജ്മെൻറ്റ് ഗെയിമുകളൊക്കെ നടത്തണം, അവർ തമ്മിൽ ടുഗെദർ പാർട്ടീസൊക്കെ നടത്തണം, അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഓവർലോഡ് കൊടുക്കരുത്, ജോബുകൾ റീഡിസൈൻ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതേപോലെ അവർ സ്റ്റിഗ്മ ഫ്രീ ആക്കണം. അപ്പോൾ ഇങ്ങനെ അത് നമുക്കൊക്കെ പറയാമല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന സജഷൻസ് നിങ്ങൾ സജഷൻസൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് കോപ്പി കയ്യിലുണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ ഒറിജിനൽ കോപ്പി കയ്യിലുണ്ടല്ലോ, എടുത്ത് നോക്കൂ, വായിച്ചു നോക്കൂ. സജഷൻസിൽ വായിക്കാതെ ഒന്നും പോവരുത്. പ്രൊജക്റ്റ് ബുക്ക് വെറുതെ കയ്യിൽ വെച്ചുകൊണ്ട് നാളെ അതൊരു സ്റ്റൈലിൽ ഇങ്ങനെയും പിടിച്ച് പോയിട്ട് എക്സ്റ്റേണൽ എക്സാമിനറുടെ മുമ്പിൽ നിങ്ങൾ സംസാരിച്ചാൽ അവർക്കത് ക്ലാരിറ്റി കൊടുക്കണം, ആ വർക്കിനെ കുറിച്ച് ക്ലാരിറ്റി കൊടുക്കണം. അപ്പം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വൈവയ്ക്ക് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ടൈറ്റിൽ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, നിങ്ങളുടെ ഫൈൻഡിങ്സ് മറക്കരുത്. ഇത് തമ്മിൽ വളരെയധികം മാച്ചിങ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചു, എന്തുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ചു എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം. എന്താണ് ഒരു പ്രോബ്ലം, എവിടെ നിന്നാണ് റിസർച്ച് തുടങ്ങുന്നത്, ഒരു പ്രൊജക്റ്റിൻ്റെ തുടക്കം എവിടെ നിന്നാണ്, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പ്രോബ്ലം എവിടെയായിരുന്നു, അതാണ് നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കൂ, നല്ല രസമാണ് വായിക്കാൻ. ഓക്കെ, അതൊന്ന് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചോദിക്കുന്നതിന് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഉത്തരം പറയുക. റിസർച്ച് മെത്തഡോളജിയുടെ ഭാഗത്തിലൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മുമ്പത്തെ വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, സിംഗിൾ ലൈൻ ആൻസേഴ്സ് ആയിട്ടൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ടെലഗ്രാം ചാനൽ ഞാൻ ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇപ്പം തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ. അത് ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടാം, ഒന്നും കൂടിയും ഇടാം. അപ്പം എല്ലാവരും നന്നായി അപ്പിയർ ചെയ്യുമല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് മനസ്സ് വിചാരിച്ച് നല്ല ധൈര്യത്തോടെ ചിരിച്ച് നല്ല സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ട് ചെയ്യുന്നു. ഒരു ടെൻഷനും നിങ്ങൾ അടിക്കേണ്ട. സ്ട്രെസ് വിൽ നോട്ട് റിലീവ് യു ഫ്രം എനി പ്രോബ്ലംസ്. ഇറ്റ് വിൽ ഓൺലി ബേർഡൻ മോർ ആൻഡ് ബ്രിങ് മോർ ആൻഡ് മോർ പ്രോബ്ലംസ്. സോ ഡോണ്ട് ഹാവ് എനി സ്ട്രെസ്. നമ്മളുടെ എന്തൊക്കെ ലൈഫിൽ നമ്മൾ ഇനി ഫേസ് ചെയ്യാനിരിക്കുന്നു, ദിസ് ഈസ് ഓൺലി വൺ എമംഗ് ദം. അത് നമ്മൾ നാളെ പോയിട്ടോ നാളെയോ മറ്റന്നാളോ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും, ഫേസ് ചെയ്യും. കം അപ്പ് ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. ബി വിത്ത് മീ, ഓൾവേസ് ബി വിത്ത് മീ, ഐ വിൽ ബി വിത്ത് യു. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനും എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കണം, മറക്കരുത്. ലൈക്സ് തരണം. ഓക്കെ, താങ്ക് യു, ബൈ.